ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഏപ്രിൽ 8 നടന്ന മെക്കാനിക് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ചോദ്യപേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 36/2024. ഈ ചോദ്യപേപ്പറിലെ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. First question, an instrument that indicate distance traveled by a vehicle. ഒരു വാഹനം സഞ്ചരിച്ച ദൂരം സൂചിപ്പിക്കുന്ന ഉപകരണം താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷൻസുകളിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഓഡോമീറ്റർ, ഓപ്ഷൻ ബി ടാക്കോമീറ്റർ, ഓപ്ഷൻ സി സ്പീഡോമീറ്റർ, ഓപ്ഷൻ ഡി സ്പൈറോമീറ്റർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഓഡോമീറ്റർ ആണ്. ഓഡോമീറ്റർ ആണ് ഒരു വാഹനം സഞ്ചരിച്ച ദൂരം സൂചിപ്പിക്കുന്ന ഉപകരണം. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു വാഹനം ആകെ സഞ്ചരിച്ച ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ഓപ്ഷൻ ബി ടാക്കോമീറ്റർ എന്ന് വെച്ചാൽ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭ്രമണ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി സ്പീഡോമീറ്റർ എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ തത്സമയ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി സ്പൈറോമീറ്റർ എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് അപ്ലിക്കബിൾ ഫോർ ഹൈഡ്രോളിക് ബ്രേക്സ്? ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രവർത്തന തത്വം ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പാസ്കൽ ലോ, ഓപ്ഷൻ ബി ബോയിൽസ് ലോ, ഓപ്ഷൻ സി ഹുക്സ് ലോ, ഓപ്ഷൻ ഡി ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പാസ്കൽ ലോ ആണ്. പാസ്കൽ ലോയെ അടിസ്ഥാനമാക്കിയാണ് ഹൈഡ്രോളിക് ബ്രേക്ക് പ്രവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഉത്തരമായി വന്ന പാസ്കൽ ലോ എന്താണ് എന്ന് വെച്ചാൽ ഒരു അടച്ച പാത്രത്തിനുള്ളിലെ ദ്രാവകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മർദ്ദം പ്രയോഗിച്ചാൽ മർദ്ദം എല്ലാ ഭാഗത്തേക്കും തുല്യമായി പ്രേഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഒരു നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ചോദ്യത്തിലെ ഹൈഡ്രോളിക് ബ്രേക്ക് പ്രവർത്തിക്കുന്നത്. മറ്റു ഓപ്ഷൻസുകളിൽ ബോയിൽസ് ലോ എന്ന് വെച്ചാൽ സ്ഥിരമായ താപനിലയിൽ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം അതിൻ്റെ വാതകത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ്. അതായത് ബോയിൽസ് ലോ എന്ന് വെച്ചാൽ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു എന്നുള്ളതാണ്. അടുത്തത് ഹുക്സ് ലോ. ഹുക്സ് ലോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പ്രിംഗ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് വസ്തുവിൻ്റെ നീളം കൂടുന്നതോ കുറയുന്നതോ അതിൽ പ്രയോഗിക്കുന്ന ബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ്. അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ 3 എണ്ണമാണ്. ഇത് നമുക്ക് മറ്റൊരു ചോദ്യത്തിൽ പഠിക്കാം. ഇതിലെ 3ാമത്തെ ചലന നിയമമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും PSC കൂടുതൽ ചോദിച്ചിട്ടുള്ളതും. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട് എന്നുള്ളത്. ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ. ഈ ചോദ്യപേപ്പറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.